നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പേക്കകത്തുള്ള കുറച്ച് സെറ്റിങ്സുകൾ. തീർച്ചയായിട്ടും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഫീച്ചറുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ്. ₹1 സാധനം വാങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടാണ് പേയ്മെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഗൂഗിൾ പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകൾ നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക അതിൻ്റെ ഇൻ്റർഫേസ്. ഒന്നാമതായിട്ട് പരിശോധിക്കുന്നത്, നമ്മൾ ആർക്കെങ്കിലും പണം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ QR കോഡോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പറോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിനകത്തൊരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ നമ്മുടെ ഈ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ കാണും. അതിനകത്തൊരു QR കോഡിൻ്റെ ചിഹ്നം കാണും. ആ QR കോഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമ്മുടെ QR കോഡ് കാണും. ഈ QR കോഡ് വെച്ച് നമുക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാനോ മുകളിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ചില സാഹചര്യത്തിൽ നമുക്ക് ആരുടെയെങ്കിലും ഒരു ₹100 ആവശ്യമുണ്ടെങ്കിൽ അത് അവർക്ക് ഈ QR കോഡിനകത്ത് തന്നെ നമുക്ക് ₹100 ആഡ് ചെയ്തുകൊണ്ട് അയച്ചു കൊടുത്താൽ അവർ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ₹100 എന്ന് കാണിക്കും. ചില ആളുകളൊക്കെ നമുക്ക് ക്യാഷ് തരാനുണ്ടാകും. അവർ എത്രയാണോ തരാനുള്ളതെങ്കിൽ അത് ഈ QR കോഡിനകത്ത് നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് അയച്ചു കൊടുത്താൽ അവർ ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് എത്രയാണ് എമൗണ്ട് എന്ന് അവിടെ തെളിഞ്ഞ് കാണിക്കും. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മളൊരു ഭാഗം ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെറ്റ് എമൗണ്ട് എന്നുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് എത്രയാണോ നിങ്ങൾക്ക് അയച്ചു തരേണ്ടതെങ്കിൽ ഇപ്പോൾ 50 ആണെങ്കിൽ ഞാൻ ₹50 എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു QR കോഡിനകത്ത് ₹50 ഫിക്സ്ഡ് ആയി. ഇനി ഞാനിതിവിടെ മുകളിൽ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ അത് ഈ ഒരു QR കോഡ് ആര് സ്കാൻ ചെയ്താലും ഇതിനകത്ത് ₹50 അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് തെളിഞ്ഞു വരികയും ജസ്റ്റ് ഓക്കെ കൊടുത്താൽ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എത്രയാണ് എമൗണ്ട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു ഫീച്ചറാണ്. രണ്ടാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മളുടെ ഗൂഗിൾ പേ അകത്ത് എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അത് പലപ്പോഴും ചില ആളുകൾക്ക് 2 or 3 അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ആ മൊബൈൽ നമ്പറിനകത്തുള്ള അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ അക്കൗണ്ടുകൾ, നമ്മൾ ഈ ഗൂഗിൾ പേ ഉപയോഗിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലുള്ള എല്ലാ അക്കൗണ്ടുകളും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകൾ ഇവിടെ കാണാം. ഇപ്പോൾ ഒരുപാട് ഫീച്ചറുകളുണ്ട്. നമുക്ക് കൂടുതൽ ഫീച്ചറുകൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.